ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് മുട്ട മസാലയാണ്. കണ്ടോ, കാണാനും വളരെ ടേസ്റ്റ്, അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റാണ്. നിങ്ങൾ ഈ രീതിയിൽ മുട്ട മസാല ഉണ്ടാക്കിയിട്ടുണ്ടോ? നമ്മളെല്ലാവരും ഓംലെറ്റ് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു മസാല മുട്ട നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കണം. ഇത് മാത്രം മതി നമ്മൾക്ക് ചോറ് കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂട്ടത്തിൽ കറിയായിട്ട് ഇത് മാത്രം മതി. ഇനി നമ്മൾക്ക് കറി ഉണ്ടാക്കാനായിട്ട് സമയക്കുറവുള്ള ആ ഒരു സമയം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ കറി വയ്ക്കാനൊന്നുമില്ല എങ്കിൽ ആ ഒരു സമയം 2 മുട്ട നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ വളരെ ടേസ്റ്റായിട്ടുണ്ടാക്കി നമ്മൾക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാവുന്നതാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് 2 മുട്ടയാണ് ഉടച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. 2 പേർക്കുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി കൂടുതൽ പേരുണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാം കൂട്ടി എടുക്കുക. 2 മുട്ട ഞാൻ ഉടച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു. ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ട് കൊടുത്തു. ഉപ്പ് ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു പച്ചമുളക് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. നോർമൽ എരിവ്, ഇനി എരിവ് കൂടുതൽ വേണമെങ്കിൽ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. പച്ചമുളകും കൂടി അതിലേക്ക് നമ്മൾക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നല്ല രീതിയിൽ ഉടച്ചെടുക്കുമ്പോഴേ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇപ്പം നമ്മളുടെ മുട്ട നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി ഒരു മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പോഴതിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവോള നന്നായിട്ട് വഴഞ്ഞ് കിട്ടാനായിട്ട് നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം നമ്മൾ സവോള വഴറ്റാനായിട്ട് വെക്കേണ്ടത്. ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ടതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ സവോളയൊക്കെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഗോൾഡൻ കളറൊന്നും ആകണ്ട, ഈ ഒരു രീതിയിലായാൽ മതി. ആ ഒരു സമയം നമ്മൾക്ക് അതിലേക്ക് മസാലകൾ ചേർക്കാം. 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇത് കൂടുതൽ വേണമെങ്കിൽ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ഇടുക. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം അതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അവസാനം ഒരു 1/4 ടീസ്പൂണോളം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് മസാലയുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറുവാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എണ്ണ വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. അത്രയും എണ്ണ മതി. വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടതിന് ശേഷം നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ടൊമാറ്റോ ഒന്ന് വെന്ത് വരണം, നല്ല സോഫ്റ്റായിട്ട് വരണം.
എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മളുടെ ടൊമാറ്റോ ഒക്കെ ഒന്ന് വെന്ത് വരുന്നതിനായിട്ട് നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ ടൊമാറ്റോ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഞാനൊന്ന് ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നമ്മളുടെ സവോള നന്നായിട്ട് സവോളയും അതുപോലെ തന്നെ ടൊമാറ്റോ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ? ഇത്രയും മതി. ഇനി നമ്മൾക്ക് ആ മസാല ഒന്ന് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. നമ്മളുടെ ആ സ്റ്റിക്ക് കൊണ്ട് തന്നെ ഇതുപോലെ എല്ലാ സ്ഥലത്തും വരുന്ന വിധത്തിൽ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം ആ മസാല. ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം നമ്മളുടെ ചൂട് ക്രമീകരിച്ച് വയ്ക്കേണ്ടത്. ചൂട് കൂടി പോകരുത്. ചൂട് കൂടി പോയാൽ നമ്മുടെ മസാല കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ ആ മസാല എല്ലാം അതിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ആ മസാല അങ്ങ് നിരത്തി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിരിക്കുന്ന നമ്മളുടെ മുട്ടയുടെ കൂട്ടില്ലേ, അത് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക്. എല്ലായിടത്തും ചെല്ലുന്ന വിധത്തിൽ വേണം ഒഴിക്കാനായിട്ട്. ആ മസാലയുടെ മുകളിൽ എല്ലാ സ്ഥലത്തും ചെല്ലണം. കണ്ടോ? ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ ആ സ്റ്റിക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് കൂടുതലുള്ള സ്ഥലത്ത് നിന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ ഒന്ന് തട്ടിയിട്ട് കൊടുക്കാം. അതുപോലെ ഒന്ന് തട്ടിയിട്ട് കൊടുക്കാം. ഇനി സ്റ്റിക്ക് കൊണ്ട് ഇതുപോലെ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും ആ മുട്ടയുടെ കൂട്ട് നമ്മളുടെ മസാലയുടെ മുകളിൽ എല്ലായിടത്തും ചെല്ലണം. എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. ആ മുട്ട ഓടി എല്ലാ സ്ഥലത്തും ചെന്നോളും. കണ്ടോ? ഇതുപോലെ ആ കൂടുതലുള്ള മുട്ടയുടെ കൂട്ടൊക്കെ എല്ലാ സ്ഥലത്തേക്കും ചെല്ലാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താലും മതി. എന്നിട്ട് നമ്മൾക്ക് അതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾക്ക് ഒരു 5 മിനിറ്റ് അതവിടെ ഇരിക്കട്ടെ. മറന്നു പോരുത് കേട്ടോ. 5 മിനിറ്റ് കഴിയുമ്പോഴേ തുറക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച്. ഇപ്പം നമ്മളുടെ അടിഭാഗമൊക്കെ വെന്തിട്ടുണ്ട്. നമ്മൾക്ക് ഇതുപോലെ എല്ലായിടും ഒന്ന് വിധിച്ച ശേഷം നമ്മൾക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മറിക്കാനായിട്ട് പേടിയുള്ള ബാച്ചിലേഴ്സൊക്കെ ആണെങ്കിൽ, കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് വേറൊരു പാനിൽ ഇച്ചിരി എണ്ണ തൂത്തിട്ട് അതിലേക്ക് നമ്മൾക്ക് ഇങ്ങനെ കമത്തിയെടുത്താലും മതി. അപ്പോൾ അത് പൊട്ടാതെ നമ്മൾക്ക് കിട്ടും. കണ്ടോ? ഈ ഒരു രീതിയിൽ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള രീതിയാണത്. ഉണ്ടോ? ഇനി നമ്മളുടെ ആ ഭാഗം കൂടി നമ്മൾ ഓൾറെഡി എണ്ണ തൂത്തിട്ടുണ്ടായിരുന്നു പാനിൽ. അപ്പോൾ ആ ഭാഗം കൂടി നമുക്കൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അതിനായിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം നമ്മൾക്ക്. കണ്ടോ? ഇപ്പം നമ്മളുടെ ആ മുട്ട മസാല ഇവിടെ റെഡിയായി. കണ്ടോ? വളരെ പെട്ടെന്ന് കഴിഞ്ഞില്ലേ? ഇനി നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അത്. കണ്ടോ? വളരെ ടേസ്റ്റായിട്ടുള്ള, അതുപോലെ തന്നെ വളരെ കാണാനും വളരെ ഭംഗിയുള്ള നമ്മളുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായി. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്